അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ് ഖുദ് ബിയൈദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാധീനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു ജല്ല ജലാലുഹു ഹജ്ജ് ഉംറ സിയാറത്തുകൾക്കുള്ള സൗഭാഗ്യം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മുഹ്രിമോ അല്ലാത്തയാളോ വിശുദ്ധമായ മക്കയിൽ നിന്ന് ഖസ്റിന്റെ ദൂരത്തേക്ക് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഥിരതാമസം ഉദ്ദേശിച്ചുകൊണ്ട് അതിനേക്കാൾ താഴെയുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നിർവഹിക്കേണ്ട തവാഫാണ് പ്രബലമായ അഭിപ്രായപ്രകാരം വദാഇന്റെ തവാഫ്. എന്നാൽ 4 ദിവസമെങ്കിലും താമസിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടാലും വിദാഇന്റെ തവാഫ് വേണമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സൂക്ഷ്മത അനുസരിച്ച് ഇങ്ങനെ ചെയ്യലാണ് നല്ലത്. വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായത്. അതനുസരിച്ച് അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ബലികർമ്മം നിർബന്ധമാവുകയും ചെയ്യും. അതേസമയത്ത് അത് സുന്നത്താണ് എന്നുള്ള അഭിപ്രായം അനുസരിച്ച് ബലികർമ്മം സുന്നത്തുമാണ്. എന്നാൽ ഒരാൾ ഹജ്ജും ഉംറയും കഴിഞ്ഞതിന് ശേഷം മക്കയിൽ തന്നെ താമസിക്കുകയാണെങ്കിലും അയാൾ മക്ക നിവാസിയായിരുന്നാലും അല്ലാതിരുന്നാലും അയാൾക്ക് വിദാഇന്റെ തവാഫ് നിർബന്ധമില്ല. എന്നാൽ പ്രതിബന്ധങ്ങളുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഹുദുമതിയോ പ്രസവരക്തം പുറപ്പെടുന്ന സ്ത്രീയോ പള്ളി മലിനമാകാൻ സാധ്യതയുള്ള വിധം ശരീരത്തിൽ നിന്ന് രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുകയോ മൂത്രവാർച്ചക്കാരോ അല്ലെങ്കിൽ ശുദ്ധീകരണത്തിനും മണ്ണും വെള്ളവും ലഭിക്കാത്ത അശുദ്ധിക്കാരനോ ആർത്തവ ഊഴത്തിലെത്തി നിൽക്കുന്ന ഇസ്തിഹാദത്ത് രോഗിയോ തവാഫിനു വേണ്ടി താമസിച്ചാൽ ശരീരത്തിനോ ചാരിത്രത്തിനോ സമ്പത്തിനോ ആപത്ത് സംഭവിക്കുമെന്ന് പേടിക്കുന്ന വ്യക്തിയോ അക്രമിയെക്കുറിച്ച് പേടിക്കുന്നവർ, ദരിദ്രനായ തന്നെ കടക്കാരൻ പിടികൂടുമെന്ന് ഭയപ്പെടുന്നവരും സഹയാത്രികൾ നഷ്ടപ്പെടുമെന്ന് ആശങ്കിക്കുന്നവനും അവരെല്ലാം പ്രതിബന്ധമുള്ളവരും അതുമൂലം വിടവാങ്ങൽ തവാഫ് നിർബന്ധമില്ലാത്തവരുമാണ് എന്നതാണ് മസ്അല. ഖസ്റിന്റെ ദൂരത്തുള്ള താഴെയുള്ള ദൂരത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പുറപ്പെട്ട് പിന്നീട് അവിടെ നിന്ന് മറ്റു കാര്യത്തിന് വേണ്ടി ദൂരെ പോവുകയും ചെയ്താൽ അവർക്ക് വിദാഇന്റെ തവാഫ് നിർബന്ധമില്ല. കാരണം പുറപ്പെടുമ്പോൾ കൽപ്പനക്ക് അവൻ വിധേയനായിട്ടില്ലാത്തത് കൊണ്ടാണത്. ഇനി പ്രതിബന്ധം നീങ്ങും മക്ക നഗരം വിടുകയും പിന്നെ പ്രതിബന്ധം നീങ്ങിപ്പോവുകയും ചെയ്യും. എന്നാൽ വീണ്ടും വന്നുകൊണ്ട് തവാഫ് ചെയ്യേണ്ടതുണ്ടോ? മക്ക നഗരത്തിന്റെ അതിർത്തി വിടുന്നതിന് മുമ്പ് പ്രതിബന്ധം നീങ്ങിയതെങ്കിൽ തിരിച്ചു വന്ന് തവാഫ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ തവാഫ് വേണ്ട, പ്രായശ്ചിത്തവും വേണ്ട. ഇനി വിടവാങ്ങൽ തവാഫിന് നിയ്യത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് വദാഇന്റെ തവാഫ് ഹജ്ജിൽ പെട്ടതാണ്. ഈ അഭിപ്രായമാണ് അല്ലാമ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനുള്ളത്. ഹജ്ജിന്റെ നിയ്യത്ത് തവാഫിനെ കൂടി ഉൾക്കൊള്ളുന്നത് കൊണ്ട് തവാഫിന് പ്രത്യേക നിയ്യത്ത് നിർബന്ധമില്ല എന്നാണ്. എന്നാൽ റാഫിയും നബിയും റളിയല്ലാഹു അൻഹുമാ ഇത് ഹജ്ജിൽ പെട്ടതല്ല, സ്വന്തമായൊരു കർമ്മമാണ് എന്ന അഭിപ്രായത്തെയാണ് ശരിവച്ചിട്ടുള്ളത്. പ്രകാരം വദാ ഹജ്ജിൽ പെടുകയില്ല. അപ്പോൾ ഹജ്ജിന്റെ നിയ്യത്ത് വദാഇനെ ഉൾക്കൊള്ളുകയുമില്ല. പ്രത്യേകമായ നിയ്യത്ത് അതിന് ആവശ്യമാണ് എന്നതാണ് ഈ അഭിപ്രായം അനുസരിച്ച്. ഇനി ആദ്യം ഉംറ നിർവഹിച്ചു പിന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തവൻ മക്കയിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ വദാ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ വദാ ചെയ്യൽ സുന്നത്താണ് എന്നാണ് അതിന്റെ മസ്അല. അതേപോലെ തന്നെ ഖസ്റിന്റെ ദൂരം അല്ലെങ്കിൽ അതിന് താഴെയുള്ള വാസസ്ഥലം എത്തുന്നതിന് മുമ്പ് തിരിച്ചു വന്ന് തവാഫ് ചെയ്താൽ അവന്റെ വിടവാങ്ങൽ തവാഫ് അവന് ലഭിക്കുന്നതാണ്.
മാത്രമല്ല അതിർത്തിക്ക് ശേഷമാണ് മടങ്ങുന്നതെങ്കിൽ അവൻ തവാഫ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് വന്ന് തവാഫ് ചെയ്തുകൊണ്ട് കാര്യമില്ല, ബലി ഒഴിവാകുകയുമില്ല എന്നാണ് അതേക്കുറിച്ചുള്ള മസല. അല്ലാഹു ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും യഥാവിധി നിർവഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ.